സ്ത്രീകളും ആരോഗ്യവും ചിറയൻകീഴ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി കൺസൾട്ടന്റ് ഡോക്ടർ ശ്രീകലാദേവി എസ് സംസാരിക്കുന്നു. ഇന്ന് മാർച്ച് 8 ലോക വനിതാ ദിനമാണെന്നുള്ളത് നമുക്കേവർക്കും അറിയാവുന്നതാണല്ലോ. 1975 ഐക്യരാഷ്ട്രസഭ മാർച്ച് 8 ലോക വനിതാ ദിനമായി പ്രഖ്യാപിച്ചത്. ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ തീം ഗിവ് ടു ഗെയിൻ എന്നതാണ്. അതായത് അറിവും വിഭവങ്ങളും പരസ്പരം പങ്കുവെച്ച് ഉന്നമനം ഉണ്ടാക്കാം എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആരോഗ്യമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു. നമ്മുടെ ജീവിതശൈലി മൂലം നമുക്കുണ്ടാകുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജീവിതശൈലി രോഗങ്ങൾ. തെറ്റായ ഭക്ഷണ രീതി, വ്യായാമക്കുറവ്, അമിതമായ സമ്മർദ്ദം എന്നിവ കാരണം പ്രമേഹം, ഹൃദ്രോഗം, അമിതവണ്ണം, രക്താതിമർദ്ദം അഥവാ ഹൈ BP, കൊളസ്ട്രോൾ കൂടുക തുടങ്ങിയവ ഉണ്ടാകാം. ഹോർമോൺ അസന്തുലിതാവസ്ഥ മൂലം പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, തൈറോയിഡ് പ്രശ്നങ്ങൾ മുതലായവ ഉണ്ടാകാം. ജോലിസ്ഥലത്തെയും വീട്ടിലെയും സമ്മർദ്ദം മാനസികാരോഗ്യത്തെയും ബാധിക്കാം. ഇത് വിഷാദം, ഉത്കണ്ഠ മുതലായവയിലേക്ക് നയിക്കാം. ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഭക്ഷണ ക്രമീകരണം. പഞ്ചസാര, ഉപ്പ്, കൊഴുപ്പ്, എണ്ണ എന്നിവ കുറയ്ക്കുക. നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കുക. നാരുകളടങ്ങിയ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ഇരുമ്പിൻ്റെ അംശം ധാരാളമായി അടങ്ങിയിട്ടുള്ള ഇലക്കറികൾ, കാൽഷ്യം അടങ്ങിയ പാൽ, മുട്ട തുടങ്ങിയവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് മുതലായവ പൂർണ്ണമായും ഒഴിവാക്കണം. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളായിരുന്നു മിക്കവാറും കഴിച്ചിരുന്നത്. ഇപ്പോൾ സ്ത്രീകൾ ജോലിക്ക് പോയി വരുമ്പോൾ ക്ഷീണം മൂലവും കുട്ടികളുടെ താല്പര്യമനുസരിച്ചും ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൻ്റെ ഫുഡ് ഡെലിവറി കൂടുതലായി ആശ്രയിക്കുന്നു. കുട്ടികളും ജങ്ക് ഫുഡ് കൂടുതലായി ഇഷ്ടപ്പെടുന്നു. ഇതൊക്കെ അനാരോഗ്യകരമായ ഭക്ഷണശീലത്തിലേക്ക് നയിക്കുന്നു. ഇതിൻ്റെ പരിണിത ഫലമായി അമിതവണ്ണം, കരൾ രോഗങ്ങൾ മുതലായവ ഉണ്ടാകാം. ദിവസവും വ്യായാമം ചെയ്യേണ്ടത് ആരോഗ്യം നിലനിർത്താൻ അത്യാവശ്യമാണ്. പണ്ടൊക്കെ കുട്ടികൾ സ്കൂളിൽ നടന്നു പോകുന്നതായിരുന്നു ശീലം. ഇപ്പോൾ നിരത്തിലെ വാഹന ബാഹുല്യം മൂലം കുട്ടികളെ റോഡിൽ കൂടി നടത്തുവാൻ രക്ഷിതാക്കൾക്ക് പേടിയാണ്. സ്കൂൾ ബസ്സിൽ കയറ്റിവിടുകയോ മിക്കവാറും എല്ലാ വീട്ടിലും സ്വന്തമായി വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് സ്കൂളിൽ രക്ഷകർത്താക്കൾ തന്നെ കൊണ്ടുവിടുകയോ ചെയ്യുകയാണ് ഇപ്പോൾ പതിവ്. അതുകൊണ്ട് തന്നെ കുട്ടികളും മുതിർന്നവരും നടക്കാറില്ല. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റ് വീതം ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നടക്കണം, അല്ലെങ്കിൽ മറ്റു വ്യായാമങ്ങൾ ചെയ്യണം. നടത്തം അല്ലെങ്കിൽ യോഗ ശീലമാക്കുന്നത് പ്രമേഹം, അമിതവണ്ണം, ഹൃദ്രോഗം എന്നിവ തടയാൻ സഹായിക്കുന്നു. കൃത്യമായ ആരോഗ്യ പരിശോധനകൾ നടത്തുന്നതും വളരെ അത്യന്താപേക്ഷിതമാണ്. 35 വയസ്സിന് ശേഷം സ്ത്രീകൾ പതിവായി ബ്ലഡ് ഷുഗർ, ലൈപ്പിഡ് പ്രൊഫൈൽ, അതായത് കൊളസ്ട്രോളും അതോടനുബന്ധമായ LDL, VLDL, HDL, പിന്നെ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് മുതലായവ നടത്തേണ്ടതാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും സ്വയം സ്തനപരിശോധന നടത്തുന്നത് സ്തനാർബുദം നേരത്തെ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു. സ്തനപരിശോധനയിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയാൽ ഒരു ഡോക്ടറെ കാണുകയും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം വേണ്ട പരിശോധനകൾ നടത്തുകയും വേണം. 40-45 വയസ്സായ സ്ത്രീകൾ 2 വർഷത്തിലൊരിക്കലെങ്കിലും മാമോഗ്രാം പരിശോധന നടത്തേണ്ടതാണ്. 74 വയസ്സ് വരെ ഇത് ചെയ്യാം. അതുവരെ കുഴപ്പമില്ലെങ്കിൽ പിന്നെ മാമോഗ്രാം സാധാരണയായി റെക്കമെൻഡ് ചെയ്യാറില്ല. എന്തെങ്കിലും ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് കുടുംബത്തിൽ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിലോ, ബ്ലഡ് ടെസ്റ്റിൽ ജനിതക വ്യതിയാനം ഉണ്ടെങ്കിലോ, അതായത് BRCA1 എന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്താറുണ്ട്. അത് പോസിറ്റീവായി കണ്ടു കഴിഞ്ഞാൽ 25-30 വയസ്സ് മുതൽ തന്നെ മാമോഗ്രാം പരിശോധന തുടങ്ങണം. ഗർഭാശയകള ക്യാൻസർ അഥവാ സെർവൈക്കൽ ക്യാൻസർ എന്നത് സ്തനാർബുദം കഴിഞ്ഞാൽ സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു ക്യാൻസറാണ്. ഇത് കണ്ടുപിടിക്കാനും നേരത്തെ തന്നെ ടെസ്റ്റ് ചെയ്യുന്നത് വഴി ക്യാൻസർ ആകുന്ന സ്റ്റേജിന് മുൻപ് തന്നെ ഗർഭാശയകളത്തിലെ കോശങ്ങളുടെ വ്യതിയാനങ്ങൾ അറിയാനും പാപ്സ്മിയർ ടെസ്റ്റ് ഉപകാരപ്രദമാണ്. 21 വയസ്സ് മുതലുള്ള സെക്ഷലി ആക്റ്റീവായ സ്ത്രീകൾ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായി സുഖപ്പെടുത്താവുന്ന ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ. പാപ്സ്മിയർ ടെസ്റ്റ് ഗവൺമെൻറ് ആശുപത്രികളിൽ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട്.
21 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ ഇത് ചെയ്യാവുന്നതാണ്. 3 വർഷത്തിലൊരിക്കലെങ്കിലും ഈ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇതുവഴി സെർവൈക്കൽ ക്യാൻസറിനെ വളരെ നേരത്തെ തന്നെ കണ്ടെത്തുകയും പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ തന്നെ പൂർണ്ണമായും സുഖപ്പെടുത്താനും കഴിയുന്ന ഒരു ക്യാൻസറാണ്. മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും യോഗ, ധ്യാനം മുതലായവ ചെയ്യുക, പ്രിയപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടുക, കുടുംബവുമായി കൂടുതൽ സമയം ചെലവഴിക്കുക, ഇതൊക്കെ നല്ലതാണ്. പുകവലി, മദ്യപാനം, മയക്കുമരുന്നുപയോഗം മുതലായവ പൂർണ്ണമായും ഒഴിവാക്കണം. ദിവസവും 7-8 മണിക്കൂർ നല്ല ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ആർത്തവം, ഗർഭധാരണം, ആർത്തവ വിരാമം എന്നീ ഘട്ടങ്ങളിൽ ശരീരത്തിൽ വരുന്ന ഹോർമോൺ മാറ്റങ്ങൾക്കനുസരിച്ച് പോഷകാഹാരം ക്രമീകരിക്കുന്നതും ഈ സമയങ്ങളിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമെങ്കിൽ സപ്ലിമെൻറ്റുകൾ കഴിക്കുന്നതും ഗുണകരമാണ്. ശരിയായ ഭക്ഷണശീലവും കൃത്യമായ വ്യായാമവും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നതും സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തടയാനും ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു. സ്ത്രീകളുടെ പ്രത്യുൽപാദന ആരോഗ്യം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൂടി പറയാം. പോഷകാഹാരം, പതിവ് പരിശോധനകൾ, സുരക്ഷിതമായ ജീവിതശൈലി എന്നിവ വഴി മെച്ചപ്പെട്ട പ്രത്യുൽപാദന ആരോഗ്യം ഉറപ്പാക്കാം. ഇപ്പോഴത്തെ യുവതലമുറയുടെ തിരക്കുപിടിച്ച ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ ഗർഭധാരണത്തിനും പ്രസവത്തിനും ഒക്കെ സ്ത്രീകൾക്ക് സമയമില്ലാത്ത അവസ്ഥ കുറച്ചു പേരിലെങ്കിലും കാണാറുണ്ട്. ഏതെങ്കിലും പ്രത്യേക ലക്ഷ്യം കൈവരിക്കുന്നതുവരെ ഗർഭധാരണം നീട്ടിവെക്കുന്നവരെയും ഇപ്പോൾ കാണാറുണ്ട്. അങ്ങനെ ഗർഭധാരണം നീട്ടിവെക്കുമ്പോൾ പ്രായം അധികരിക്കുകയും അതുമൂലം കുഞ്ഞിന് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ അഭ്യസ്തവിദ്യരായ പെൺകുട്ടികളുടെ വിവാഹപ്രായവും പണ്ടത്തേതിൽ നിന്ന് കുറച്ചുകൂടി നീണ്ടുപോകാറുണ്ട്. താമസിച്ച് ഗർഭിണിയാകുന്നവരിൽ കുഞ്ഞിന് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ചും അമ്മയുടെ പ്രായം 35 വയസ്സ് കഴിഞ്ഞാൽ. വിവാഹശേഷം ഗർഭധാരണത്തിന് വ്യക്തിപരമായോ തൊഴിൽപരമായോ ആരോഗ്യപരമായോ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കുകയും അതുമൂലം ഗർഭധാരണം നീട്ടിവെക്കേണ്ടി വരികയും ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അണ്ഡം ശേഖരിച്ച് ശീതീകരിച്ച് സൂക്ഷിച്ചു വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് ഗർഭധാരണം നടത്താവുന്നതാണ്. അണ്ഡം എടുക്കുന്നതിന് മുൻപ് അണ്ഡോൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള കുത്തിവയ്പ്പുകൾ വേണ്ടിവരും. അണ്ഡം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അൾട്രാസൗണ്ട് ഗൈഡഡായി വലിച്ചെടുത്ത് ശീതീകരിച്ച് സൂക്ഷിക്കാവുന്നതാണ്. അതിന് മാസം തോറും ചെറിയ ഒരു തുക ഫീസായി ഈടാക്കും. സെലക്റ്റഡ് ആശുപത്രികളിൽ മാത്രമേ ഈ സൗകര്യം ലഭ്യമാക്കുകയുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള അർബുദം ബാധിച്ച് കീമോതെറാപ്പിയോ വയറ്റിൽ റേഡിയേഷനോ എടുക്കേണ്ടി വന്നവർക്കും ചികിത്സ തുടങ്ങുന്നതിന് മുൻപായി അണ്ഡം ശേഖരിച്ച് ശീതീകരിച്ച് വയ്ക്കാവുന്നതാണ്. ചികിത്സ കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയായ ശേഷം ശേഖരിച്ച അണ്ഡം ഉപയോഗിച്ച് ഗർഭധാരണം നടത്താവുന്നതാണ്. ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് മറ്റൊരു സന്തോഷ വാർത്ത കൂടി പങ്കുവയ്ക്കുവാനുണ്ട്. സ്ത്രീകളിൽ സ്തനാർബുദം കഴിഞ്ഞാൽ ധാരാളമായി കാണപ്പെടുന്ന ഒരു അർബുദമാണ് ഗർഭാശയകള ക്യാൻസർ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ പ്രധാന കാരണം HPV അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന ഒരു വൈറസാണ്. അതിന് 100-ലധികം ടൈപ്സ് ഉണ്ടെങ്കിലും പ്രധാനമായും 10ഓളം ടൈപ്പുകളാണ് അർബുദമുണ്ടാക്കുന്നത്. അതിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് 16 and 18 ആണ് പ്രധാനമായും ക്യാൻസർ ഉണ്ടാക്കുന്നത്. ഈ ക്യാൻസറിനെ തടയാൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഗവൺമെൻറ് സൗജന്യമായി നൽകാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ പെൺകുട്ടികളാണല്ലോ ഭാവിയിലെ സ്ത്രീകൾ. 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 2 ഡോസും, അതായത് ഫസ്റ്റ് ഡോസ് കഴിഞ്ഞ് 6 മാസത്തിനകം സെക്കൻഡ് ഡോസ്. 14 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് 3 ഡോസും, അതായത് ആദ്യത്തെ ഡോസ് കഴിഞ്ഞ് 2 മാസത്തിലും 6 മാസത്തിലും ആണ് അടുത്ത 2 ഡോസസ് നൽകേണ്ടത്. ആൺകുട്ടികൾക്കും ഇത് നൽകാവുന്നതാണ്. ഈ വാക്സിൻ സെക്ഷലി ആക്റ്റീവ് ആകുന്നതിന് മുൻപ് എടുത്തു തുടങ്ങുന്നതാണ് നല്ലത്. സ്ത്രീകൾക്ക് 26 വയസ്സ് വരെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതെങ്കിലും 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിലും വേണമെങ്കിൽ പുരുഷന്മാർക്കും എടുക്കാവുന്നതാണ്. സ്ത്രീകളിൽ വൾവ, വജൈന, മലദ്വാരം, തൊണ്ട എന്നിവിടങ്ങളിലെ ക്യാൻസറിനെയും പുരുഷന്മാരിൽ തൊണ്ട, മലദ്വാരം, ലിംഗം എന്നിവിടങ്ങളിലെ അർബുദത്തെയും ഈ വാക്സിൻ ഒരു പരിധിവരെ പ്രതിരോധിക്കുന്നു. അതുകൊണ്ട് ഈ വാക്സിൻ ആൺകുട്ടികൾക്കും ഫലപ്രദമാണ്. സ്ത്രീകളും ആരോഗ്യവും. ചിറയൻകീഴ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി കൺസൾട്ടന്റ് ഡോക്ടർ ശ്രീകലാദേവി എസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ആകാശധാര